Hey all, this is Melody here, your coach, your mentor, your trainer in trading. അപ്പോൾ കുറച്ചധികം നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്കില്ലേ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യണം, എന്നാൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രോക്കറിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് ഏതാണെന്നാണ് എല്ലാവരുടെയും ചോദ്യം. ആൻഡ് ഹിയർ ഇസ് ദ ആൻസർ. അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു ബ്രോക്കറിൽ എങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാമെന്നൊരു വീഡിയോ ആയിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും, ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല, മാക്സിമം നമുക്കൊരു 5 to 10 minutes മാത്രമായിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് സ്വയമേ ഇത് ചെയ്യാവുന്നതാണ്, ആരുടെയും ഒരു ഹെൽപ്പും വേണ്ട. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർ ഡെൽറ്റ എക്സ്ചേഞ്ച് തന്നെയാണ്. ഇന്ത്യൻ കമ്പനീസ് പലർക്കും പല ചോദ്യങ്ങളുണ്ട്, അതായത് ഇന്ത്യയിൽ ക്രിപ്റ്റോ ലീഗൽ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡെഫിനറ്റ്ലി ലീഗൽ ആണ്. നമുക്ക് ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ച് ത്രൂ തന്നെ നമുക്ക് ഇത് ട്രേഡ് ചെയ്യാനായിട്ടും നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വലിച്ചു നീട്ടുകയൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ റെഫറൽ ലിങ്ക് നേരെ താഴെയുണ്ട്, ആ ലിങ്ക് വെച്ച് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്കപ്പോൾ നേരെ പോയി നോക്കാം എങ്ങനെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത്. സോ താഴെ കാണുന്ന ലിങ്ക് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ ലോഗിൻ ചെയ്യാനാണ്, അതായത് നിങ്ങളിതൊരു ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സൈൻ ഇൻ കൊടുക്കുക. നിങ്ങൾക്ക് എന്നിട്ട് മെയിൽ ID, അതായത് ഗൂഗിൾ വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ മെയിൽ ID വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ്ലി ഇത് യൂസ് ചെയ്യുകയാണ് കറൻറ്റ്ലി ഹിയർ. ലെറ്റ്സ് സീ. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെരിഫിക്കേഷൻ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്, വളരെ എളുപ്പത്തിൽ തന്നെ അല്ലേ. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊഫൈലിലോട്ട് നമ്മൾ പോയിട്ട് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ട ജസ്റ്റ് ലൈക്ക് ഒരു ക്ലിക്കിൽ തന്നെ ഞാൻ അവിടെ മെയിൽ ID കൊണ്ട് ഡയറക്റ്റ്ലി അവിടുന്ന് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വെരിഫിക്കേഷൻ, അതായത് നമ്മൾ ഇതിൻ്റെ KYC ചെയ്യാനായിട്ട് നമുക്ക് പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് വേണ്ടത്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് ആൽഗോ ട്രേഡിംഗ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ അതിലോട്ടൊക്കെ ജമ്പ് ചെയ്യുന്നതെല്ലാം മുമ്പായിട്ട് നമുക്ക് നേരെ ഓപ്ഷൻസിലോട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ലിവറേജ് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം ഡെഫിനറ്റ്ലി ക്രിപ്റ്റോസിനെ പറ്റി എല്ലാം തന്നെ. അല്ലാതെ നേരെ വന്നിട്ട് ട്രേഡ് ചെയ്യാനായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ പോകരുത്. അപ്പോൾ നമുക്ക് നേരെ ബാങ്കിൻ്റെ ഇങ്ങോട്ട് ബാങ്ക് ഡീറ്റെയിൽസിന് അവിടെ വന്നിട്ട് ആഡ് ബാങ്ക് നേരെ കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ഐഡന്റിഫൈ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആക്സസ് കാര്യമെല്ലാം കൊടുത്തിട്ട് ഞാൻ വെരിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കറൻ്റ്ലി കൊടുക്കുകയാണ്. റൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ അതായത് ആധാറും പാനും കൊടുത്തിട്ടുള്ള നമ്പർ വെച്ച് തന്നെ ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് ഈ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. പലപ്പോഴും പല ആൾക്കാരും നിങ്ങളുടെ വേറെ ഏതെങ്കിലും നമ്പർ യൂസ് ചെയ്യും, അതായത് ആധാറും പാനും രജിസ്റ്റേർഡ് ആകാത്തത്. അതിപ്പം ഏത് അക്കൗണ്ട് ആണെങ്കിൽ കേട്ടോ, ഇപ്പം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ സ്റ്റോക്സിന് വേണ്ടിയാണ് യൂസ് ചെയ്തെങ്കിൽ കൂടി നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു OTP ഇവിടെ വരുന്നതായിരിക്കും. ആ OTP നമ്മളൊന്ന് യൂസ് ചെയ്യുക. ആൻഡ് ഹിയർ ഈസ് മൈ OTP 013368. സോ ഞാൻ ആ ഒരു OTP ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. OTP യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ID വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയാണ്. പ്രൊസീഡ് ഓൺ മൊബൈൽ ആൻഡ് പ്രൊസീഡ് ഹിയർ. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് നിങ്ങൾ ഇതിപ്പം ഇൻകം ഡീറ്റെയിൽസ് കൊടുക്കാൻ നേരത്ത് നമുക്ക് ബിസിനസ് ആണോ, പ്രൊഫഷണൽ ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ കൊടുക്കുക. വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം. ക്യാമറയ്ക്ക് പെർമിഷൻ ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. സോ എനിക്കത് ഡയറക്റ്റ്ലി ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ ഒരു വെരിഫിക്കേഷൻ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നടക്കുകയും കൂടെ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആധാർ കാർഡ് ഇതെല്ലാം നമുക്ക് ഡിജിലോക്കറിനകത്ത് ഓൾറെഡി ആക്സസ് ഉണ്ടെങ്കിൽ നമുക്കത് നേരെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മതി. എന്നിട്ട് ഡിജിലോക്കറിനകത്ത് നമ്മൾ ആധാർ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ആധാർ നമ്പറും കാര്യങ്ങളെല്ലാം ഇതിൽ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. റൈറ്റ്, അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്യാഷ് കാണും, അതും കറക്റ്റായിട്ട് കൊടുക്കുക. AGRJE8. യെസ്, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു OTP നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ആധാർ കണക്ട് ചെയ്തിട്ട് നമ്പറിലോട്ട് വരുന്നതായിരിക്കും. സോ OTP കറക്റ്റായിട്ട് അതും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. കുറേ അധികം OTPസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഡിജിലോക്കർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡിജിലോക്കർ ആഡ് ചെയ്ത് വെക്കുക. നമ്മുടെ ആധാർ, പാൻ കാർഡ്, ലൈസൻസ് ഇതെല്ലാം നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ദെൻ ഇത് ഡിജിലോക്കറിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. സോ ഡിജിലോക്കർ കറക്റ്റായിട്ട് ആക്സസ് എല്ലാം കൊടുത്ത് ഡിജിലോക്കറിൽ ഫുൾ ആക്സസ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഡേറ്റാസ് എല്ലാം ഡയറക്റ്റ്ലി ഫെച്ച് ആയിക്കോളും. കൂടുതൽ വെരിഫിക്കേഷൻ കാര്യത്തിലോട്ടെല്ലാം പോകേണ്ട കാര്യമില്ല. യെസ്, KYC വെരിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ലൈക്ക് പേജ് റീഫ്രഷ് ചെയ്യാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് റീഫ്രഷ് ആയിക്കോളും. ജസ്റ്റ് ടൈം കൊടുത്തേക്കുക. ആൻഡ് ഹിയർ വി ഗോ.
യെസ് KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യമെല്ലാം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കുക. ഈസി ആയിട്ട് സംഭവം ഫെച്ച് ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ലൈക്ക് മാക്സിമം ഒരു 5 to 10 minutes മാത്രം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ജസ്റ്റ് വെരിഫിക്കേഷൻ, ഫോട്ടോ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാൻ കാർഡ് ഇതെല്ലാം ഡിജിലോക്കറിൽ നിന്ന് ഫെച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അടുത്ത നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ഞാനപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിലോട്ടൊന്ന് ആഡ് ഓൺ ചെയ്യുകയാണ്. 100. സോ കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. റൈറ്റ്, സോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ OTP നമുക്ക് നമ്മുടെ ആ നമ്പർ, അതായത് ബാങ്ക് അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുള്ള ആ നമ്പറിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും. അതും കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തേക്കുക. യെസ്, ലെറ്റ്സ് വെയിറ്റ്. ഗുഡ്. ജസ്റ്റ് ലൈക്ക് ഇമെയിലിലേക്ക് ഞാൻ വെരിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. നമ്പറിലേക്കല്ല അത് വന്നിട്ടുള്ളത്, ഇമെയിലിലേക്കാണ് വന്നിട്ടുള്ളത്. സോ ഞാനത് ഇമെയിലിൽ നിന്ന് ഞാനത് എടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുള്ള നമ്മുടെ മെയിൽ ഐഡിയിലോട്ട് തന്നെ ആയിരിക്കും ഇത് വരുന്നത്. KYC അപ്രൂവ് ചെയ്തിട്ടുണ്ട്. യെസ്, ബാങ്ക് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് സ്പാമിലും എല്ലാം പോയി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1518 ആൻഡ് ഫുള്ളി നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. OTP കാര്യങ്ങളെല്ലാം ₹1 നമ്മൾ ഇതിൽ നിന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. OTP ഞാൻ ജസ്റ്റ് ലൈക്ക് ₹1 വെരിഫിക്കേഷന് വേണ്ടി ഇപ്പം കുറച്ചധികം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ വെരിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ UPID വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനത് നേരെ ഇവിടെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. എത്ര എമൗണ്ട് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ലൈക്ക് ഒരു 1000 ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. 1000 ആഡ് ചെയ്യാനായിട്ട് ഞാൻ UPID കൂടെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. യെസ്, UPID നമ്മൾ ആ ബാങ്കിൻ്റെ തന്നെ കൊടുക്കും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ അധികം ബാങ്ക്സ് കാണും. സോ ആ ബാങ്കിൻ്റെ തന്നെ കറക്റ്റ് UPID കൊടുക്കുക. ദെൻ അതിനകത്തോട്ട് ₹1 മിനിമം ആഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ലൈക്ക് ഒരു ₹1000 ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ഞാൻ എൻ്റെ UPID ഇവിടെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പേ ₹2000. alright. ഓക്കെ, ഞാൻ എന്നിട്ട് ആ ഒരു UPID വെച്ച് ഞാൻ ജസ്റ്റ് ലൈക്ക് ₹2000 പേ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ UPIDയിൽ നിന്ന് തന്നെ നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതിനകത്ത് നിന്ന്. സോ ജസ്റ്റ് ലൈക്ക് ഞാൻ ആ UPIDയിൽ നിന്ന് ₹2000 ഞാൻ പേ ചെയ്തിട്ട് ഐ ഹാവ് പെയ്ഡ് എന്നതിൽ ഞാൻ കൊടുക്കും. വെരിഫിക്കേഷൻ ഇൻ പ്രോസസ്, ഓൾമോസ്റ്റ് ലൈക്ക് ഡെപ്പോസിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഇവിടെ ക്രെഡിറ്റ് ആകും എന്നാണ് കാണിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് വെയിറ്റ് 15 minutes. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ₹2000 നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ആഡായി കിടപ്പുണ്ട്. സോ സിമ്പിൾ ആസ് ദാറ്റ്. സി, അതായത് ₹2000 എന്ന് പറയുന്നത് $23 ഇവിടെ കിടപ്പുണ്ട് തന്നെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് എന്ന സെഗ്മെന്റിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടുന്ന് ഏതിലാണോ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്, PTC ഉണ്ട്, ETH ഉണ്ട്, എത്തീരിയം ഉണ്ട്, ഇതിൽ ഏതിലാണോ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള അത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇത് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോ വേണോ വേണ്ടേ എന്നുള്ളതിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഏതാണ് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ബ്രോക്കർ ഏതാണ്, നമുക്ക് എക്സ്ചേഞ്ച് ഏതാണ് നമുക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആകുന്നതും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. ബൈ.